സൗന്ദര്യത്തിൽ മുഖഭംഗിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മുഖത്ത് ചുളിവുകൾ വരിക, കറുത്ത പാടുകൾ വരിക, ഇതാണ് മുഖഭംഗി കളയുന്ന ഒന്നാമത്തെ കാര്യം. എങ്ങനെ മുഖത്തെ ചുളിവുകൾ പൂർണ്ണമായിട്ടും മാറ്റാം, എങ്ങനെ നല്ലൊരു നാച്ചുറൽ ഫേസ് പാക്ക് ഉണ്ടാക്കാം, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ. 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് പ്രായമായി തുടങ്ങിയെന്നുള്ള ഫീല് തുടങ്ങും. നമ്മുടെ കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വരിക, അതുപോലെ നെറ്റിയിൽ ചുളിവുകൾ വരിക, കൈകളിൽ ചുളിവുകൾ വരിക, കാൽപാദങ്ങളിൽ ചുളിവുകൾ വരിക, ഇതൊക്കെയാണ് പ്രായമായി തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ യുവത്വം കുറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ പ്രായം കുറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാകും. പിന്നീട് പ്രായം വരുംതോറും ആ ഗ്ലോ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അത് വേറെ ഒന്നുമല്ല, കൊളാജിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുറഞ്ഞു തുടങ്ങുന്നതാണ്. പതുക്കെ നമ്മുടെ സ്കിൻ ചുളിയാൻ തുടങ്ങും. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ താടി തൂങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തെയും അതോടൊപ്പം തന്നെ യുവത്വത്തെയും നമുക്ക് പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ കഴിയും. അതിന് നാച്ചുറലായിട്ടുള്ള പല മാർഗങ്ങളുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാച്ചുറലായ രീതിയിൽ നമ്മുടെ ചുളിവുകളെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ മുഖത്തെ ചുളിവുകൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഒരു മുട്ടയുടെ വെള്ള എടുക്കുക. ആ വെള്ളയിലേക്ക് ഒരു 4 ഡ്രോപ്പ് നാരങ്ങ നീര് ചേർക്കുക. അതിലേക്ക് ഒരു 4 ഡ്രോപ്പ് തേൻ ചേർക്കുക. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ അലോവേര ജെല്ലും മിക്സ് ചെയ്യുക. ഇത്രയും സാധനങ്ങൾ ശരിക്കും ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് മിക്സറിലോ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അത് ഞാൻ ഈ നാരങ്ങ നീര് ഉപയോഗിക്കാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, പലപ്പോഴും ഈ മുട്ടയ്ക്ക് പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ലിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നാരങ്ങ നീര് ചേർക്കുന്നത്. ഈ ഒരു മിശ്രിതം നന്നായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡറിലോ ഒക്കെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അത് തേച്ച് പിടിപ്പിക്കുക. കാരണം തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ മുഖത്ത് ഒരു മാസ്ക് പോലെ നമുക്കിത് വരാൻ തുടങ്ങും. നന്നായിട്ട് നെറ്റിയിലും കൺതടങ്ങളിലും അതോടൊപ്പം തന്നെ മുഖത്തും ഈ കഴുത്തിലും എല്ലാം നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക. എന്തിനാണ് മുഖത്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ കഴുത്തിലും ഈ ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കണം? വേറെ ഒന്നുമല്ല, കഴുത്തിനും കാരണം മുഖവും ഈ കഴുത്തും ഇത്രയും ഭാഗങ്ങൾ ഒരേ കളറിലില്ലെങ്കിൽ അതൊരു പ്രത്യേകത, അതിൻ്റെ ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഭാഗങ്ങളിൽ നമ്മുടെ മുഖത്തിന് ഒരേ കളർ കിട്ടണം, ഒരേ ലെവലായിരിക്കണം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഈ ഫേസ് പാക്ക് ഇടുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു ലെയർ കൂടി നമ്മൾ ഇത് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് ആകുന്ന സമയത്തേക്ക് അത് നമുക്ക് വേണമെങ്കിൽ അത് പൊളിച്ച് നമ്മൾക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. നമുക്ക് അത്രയ്ക്ക് ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞ് പൊളിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മുഖം കഴുകുക. ഒരിക്കലും ഫേസ് വാഷോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉപയോഗിച്ച് നമ്മൾ മുഖം കഴുകരുത്. സാദാ വെള്ളത്തിൽ നമ്മളുടെ മുഖം കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, മുഖത്ത് നല്ല ഒരു തിളക്കവും നല്ലൊരു ഭംഗിയും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 7 ദിവസം നിങ്ങളിത് ഉപയോഗിക്കുക. 7 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, പൂർണ്ണമായിട്ടും നമ്മളുടെ മുഖത്ത് ആ തിളക്കവും ഭംഗിയും അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ചുളിവുകളും എല്ലാം പോയിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അതിന് നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. നമ്മുടെ മുഖത്ത് കൂടുതൽ ചുളിവുകൾ ഉണ്ടെങ്കിലോ അത് മാറാൻ മിനിമം ഒരു 2 ആഴ്ച ടു 3 ആഴ്ചയെങ്കിലും എടുക്കും. അങ്ങനെ 3 ആഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ആ ചുളിവുകൾ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് നാച്ചുറലായ രീതിയിൽ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ചുളിവുകൾ എങ്ങനെ മാറ്റിയെടുക്കാം? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ കണ്ണിൻ്റെ താഴെ ചുളിവുകളോ കറുത്ത പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുക.
ഈ നാച്ചുറൽ അണ്ടർ ഐ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ചുളിവുകൾ, കറുത്ത പാടുകൾ എല്ലാം മാറി കൂടുതൽ സൗന്ദര്യവും കൂടുതൽ ഭംഗിയും എല്ലാം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ടാണ് മുഖത്ത് ചുളിവുകൾ വരുന്നത്? അതിലൊരു കാരണമാണ് കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നത്. ഈ കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ വരാൻ തുടങ്ങും. അതുപോലെ സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടാൻ തുടങ്ങും. ഈ സ്കിന്നിൻ്റെ തിളക്കവും ഭംഗിയും ദൃഢതയും എല്ലാം കുറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ കുറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കൊളാജിൻ്റെ പ്രൊട്ടക്ഷനെ കൂട്ടിയെടുക്കുക. നമ്മുടെ കൂടുതൽ സൗന്ദര്യത്തിനും കൂടുതൽ തിളക്കത്തിനും അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ഒരു ദൃഢതയുണ്ട്. ആ ദൃഢതയൊക്കെ കൂട്ടിയെടുക്കുന്നതിനും നമുക്ക് നല്ലൊരു കാര്യമാണ് കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ കൂട്ടുന്നത്. അതുപോലെ മുഖം ചുളിഞ്ഞു പോകുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് ഉറക്കക്കുറവ്. നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങിയില്ല എങ്കിൽ നമ്മുടെ മുഖം ചുളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത്. വെള്ളം ശരിയായ രീതിയിൽ കുടിച്ചില്ല എങ്കിൽ നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകും. അതോടൊപ്പം തന്നെ മുഖത്തുള്ള ഭംഗി കുറയും. അതോടൊപ്പം തന്നെ നല്ല തിളക്കം കുറയും. ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ പോഷകാഹാരങ്ങളുടെ കുറവ് സംഭവിക്കുമ്പോഴും നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്കിൻ ചുളിയാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പോഷകാഹാരം കഴിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക. കൊളാജൻ കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഫിഷ് ഗുളിക കഴിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഫിഷ് കഴിക്കുക എന്നുള്ളത്. നമ്മൾ ഫിഷ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കൊളാജിനെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയും. ഇനി അതല്ല ഫിഷ് ഗുളികയായാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യമാണ് തക്കാളി കഴിക്കുക എന്നുള്ളത്. തക്കാളിയിൽ ധാരാളമായ രീതിയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് നാച്ചുറൽ കൊളാജിൻ്റെ പ്രൊട്ടക്ഷന് അത് കാരണമായി തീരും. അതുപോലെ സിട്രിക് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി അതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മളുടെ ഈ നാച്ചുറൽ കൊളാജിൻ്റെ പ്രൊട്ടക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് അത് കാരണമായി തീരും. അപ്പം അതുകൊണ്ട് നമുക്ക് സിട്രിക് ഫ്രൂട്ട്സുകൾ നമ്മൾ ധാരാളമായ രീതിയിൽ കഴിക്കുക. അതോടൊപ്പം തന്നെ ടൊമാറ്റോ കഴിക്കുക. ഈ ടൊമാറ്റോ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് കൂടുതലായിട്ട് ഈ നാച്ചുറൽ കൊളാജിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് അത് കാരണമായി തീരും. അതുപോലെ നാച്ചുറലായ രീതിയിൽ കൊളാജിൻ കൂട്ടുന്നതിന് അവക്കാഡോ നല്ലതാണ്. അവക്കാഡോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ്റെ അളവ് വളരെയധികം കൂടുന്നതാണ്. അതുപോലെ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ല കാര്യമാണ്. അതോടൊപ്പം കാഷ്യൂ നട്ട്സ്, അതുപോലെ തന്നെ ബദാം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ നല്ല രീതിയിൽ കൂടുകയും അങ്ങനെ ഭംഗിയുള്ള ഒരു മുഖവും ഭംഗിയുള്ള ഒരു ശരീരവും ചുളിവുകളെല്ലാം മാറിയിട്ടുള്ള ഒരു മുഖവും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല സൗന്ദര്യമുള്ള മുഖം, നമ്മുടെ ചുളിവുകളെല്ലാം മാറിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മുഖം, ഇത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യർ പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കേട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഇത് നല്ല ഗുണപ്രദമായി എങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു മുഖവും നല്ല ഐശ്വര്യമുള്ള ഒരു മുഖവും ചുളിവുകളെല്ലാം മാറിയ നല്ല ഭംഗിയുള്ളൊരു മുഖവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ.